Okay guys, welcome to our channel The Wheel of Fortune 77 Tarot. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. കറന്റ് ഫീലിംഗ്സ് ആണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ? ഓക്കെ, എന്റെ മൈക്കിനെന്ത് എനിക്കറിയില്ല, ഞാൻ പുതിയ മൈക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ എന്റെ പട്ടി അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് മുകളിലെല്ലാം കടിച്ചു കളഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് എന്തോ ഇഷ്യൂസ് ഉണ്ട്, ക്ലിയർ ആയിട്ടൊന്നും കേട്ടോളാനും വയ്യ. ഓക്കെ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഡിവൈൻ പ്ലീസ് കഴിഞ്ഞ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ബ്രേക്കപ്പ് ആണെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിലും ലെസ് കോണ്ടാക്ട് ഉണ്ടെങ്കിലും സെപ്പറേഷനിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. കാരണം ഞാൻ ആ ഒരു രീതിക്കാണ് ഒരു റീഡിംഗ് ചെയ്തിട്ടുള്ളത്. ടൈംലെസ് റീഡിംഗും ആണ് കേട്ടോ. പ്ലീസ് ടൈം മീ യൂണിവേഴ്സ്, പ്ലീസ് ടൈം മീ ഡിവൈൻ എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? കുറച്ച് ചെറിയൊരു റീഡിങ്സ് ചെയ്യാം. ഞാൻ കുറച്ച് തിരക്കാണ്. 9 ഓഫ് വാൻസിന്റെ എനർജീസ് ആണ്. പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു ലൈറ്റ് എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എല്ലാത്തിനും അവസാനം ലാസ്റ്റ് ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജീസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കാരണം എനിക്ക് തോന്നുന്നു ഇവർ ആഗ്രഹിച്ച രീതിക്കുള്ള എന്തോ ഒരു കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എവിടുന്നോ ഈ ഒരു വ്യക്തിക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതേഴ്സ്, നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം. ഇനിയല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സെപ്പറേഷൻ ആണ്, ജസ്റ്റ് ലെസ് കോൺടാക്ട് എനർജീസ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജീസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു തരത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിൻ ഫ്ലെയിം ഡി എം ആണെങ്കിലും ഡി എമ്മിന്റെ എനർജീസ് നോക്കുവാണെങ്കിൽ ഡി എം എന്ന് പറയുന്നത് ഒരു ജെൻഡർ ആയിട്ടുള്ള ഒരു എനർജി അല്ല. ചിലപ്പം നമ്മൾ ഫെമിനിൻ എനർജിയിലും ഡി എം എനർജീസ് വരാറുണ്ട്. അപ്പം ഒരിക്കലും ടിൻ ഫ്ലെയിം ജേണിയിൽ ആള് ഡി എം ആണ് ഡി എഫ് ആണെന്നും കൺഫേം പറയാൻ പറ്റത്തില്ല. കാരണം ഈ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു എനർജിനെ നമുക്ക് ഡി എം അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഒക്കത്തില്ല. ഓക്കെ, എനിക്കൊരു ടിൻ ഫ്ലെയിം ജേണിയുടെ എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഇവർ എത്രയൊക്കെ പാർട്ടിയിലായിക്കോട്ടെ, സെലിബ്രേഷനിലായിക്കോട്ടെ, എത്രയൊക്കെ ആളുകളുടെ കൂടെ ആയിക്കോട്ടെ, അവിടെ ഒന്നും ഈ ഒരു വ്യക്തി ഒരു തരത്തിലും ഹാപ്പി അല്ല. ഇവർ ഹാപ്പി ആവുന്നത് നിങ്ങളുടെ കൂടെയാണ്. ഇപ്പോഴും എത്രയൊക്കെ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും, ബ്രേക്കപ്പ് ആണെങ്കിൽ പോലും, ഇവരുടെ മൈൻഡിൽ നിങ്ങൾ മാത്രമാണ് 24/7 ഉള്ളത്. നിങ്ങളെ മാത്രം ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത് ഇപ്പോഴും. പക്ഷെ ഇവർ ആ ഒരു ഫീലിങ്സോ ഒരു ഇമോഷൻസോ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണുന്നത്. വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡൗൺ ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചൊക്കെ കിടക്കും. നമ്മൾ മനസ്സിന് സുഖമില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കിടക്കാറുണ്ട്, റൂമിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടും വയ്യ, മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ വേണ്ടി ഡിവൈനോട് പ്രെയർ ചെയ്യുകയാണ്. ഇവര് മാരിഡ് ആണെങ്കിൽ പോലും ഇവരുടെ ഫാമിലി ലൈഫിലും ഒത്തിരിയധികം ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ കാർമിക് പാർട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ മാരേജ് ലൈഫ്, ഫാമിലി ലൈഫിലാണെങ്കിലും എന്തൊക്കെയോ ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവര് നന്നായിട്ട്, ഇവർക്കൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഡിവൈൻ ആണ്, അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ആ ഒരു എനർജി, ആ ഒരു ഡിവൈൻ എനർജിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജീസാ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫാമിലിയിലാണെങ്കിലും ഒരു കാര്യങ്ങളും ബെറ്റർ ആയിട്ട് പോകുന്നില്ല. എല്ലായിടത്തും ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജീസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഓവറോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരിയധികം നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓവർ തിങ്കിങ്ങിന്റെ എനർജീസ്, ഒരു ഇല്യൂഷന്റെ എനർജിയിൽ ആളിവിടെ നിൽക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ കുറേയധികം തോട്ട്സുകൾ ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷെ എല്ലാത്തിനും അവസാനം ഈ ഒരു വ്യക്തി പകച്ചു നിൽക്കുന്ന ഒരു എനർജീസാണ്. അപ്പം ഒത്തിരി അധികം പലതരത്തിലുള്ള തോട്ട്സുകൾ ഇയാളുടെ മൈൻഡിൽ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു സമാധാനം ഇല്ലാണ്ടായി പോകും. എത്രയൊക്കെ ഹാപ്പിനെസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു എനർജി, അല്ലെങ്കിൽ എത്ര നല്ല മൊമെന്റ് ആണെങ്കിലും അതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ജഡ്ജ്മെന്റിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഡീൽ ചെയ്യുന്നവരുടെ ഫാമിലിയിൽ ഒത്തിരിയധികം ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നില്ല. നിങ്ങളെ ചൂസ് ചെയ്യണോ, ഫാമിലിയെ ചൂസ് ചെയ്യണോ? പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫാമിലിയിൽ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇവിടെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫാമിലിയിൽ നിന്നില്ല. ആൾക്ക് ഒരു തരത്തിലുള്ള സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, ഒരു ഹാപ്പിനെസ്സും ഇല്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു ഇവർ ഒത്തിരി അധികം എന്താ ഇവരുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമ്മുടെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ചില സമയങ്ങളിൽ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ ആയിട്ട് ഇനി എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കട്ടെ, എന്റെ ജീവിതം എല്ലാ തരത്തിലും എന്റെ ലൈഫിൽ, പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും ആൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും യെസ് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, പക്ഷെ ഇവിടെ ഒരു കാര്യങ്ങളും ശരിയാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു റിലേഷൻഷിപ്പിലും ഒന്നും ഓക്കെ അല്ല, ഫാമിലി ലൈഫിലും ഒന്നും ഓക്കെ അല്ല, എല്ലാത്തിനും ഈ ഒരു വ്യക്തി എന്താ ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനിയെ പഴിക്കുന്ന ഒരു എനർജീസ്. എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് ഈ ഒരു വിധി വന്നത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്റെ ലൈഫിൽ വരുന്നത് എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സ്ട്രെങ്തിന്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിലെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. അപ്പം ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒരു ടൈമിൽ സപ്രസ് ചെയ്യുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ മൈൻഡും ഹേർട്ടും തമ്മിലൊരു എന്താ പറയാ ഒരു തർക്കം, ആ ഒരു എനർജീസ്. ഇമോഷൻസ് ഉണ്ട് ഹൈ ലെവലിൽ, പക്ഷെ ഇമോഷൻസിനെ ഇവർ സപ്രസ് ചെയ്യുകയാണ്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കാണുന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവർ വിചാരിക്കുന്ന ഒരു സെയിം എനർജിയാണ്. ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് എ ടൈം. ടൈമിന്റെ ഇഷ്യൂസ് ആണ്. ടൈം ശരിയാവുന്ന സമയത്ത് റിലേഷൻഷിപ്പും ഓക്കെ ആവും എന്നുള്ള ഒരു എനർജീസ് ആണ് ഇവിടെ. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിലൊരു വേണോ വേണ്ടയോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലുള്ള എനർജീസും. ഇവരുടെ മൈൻഡ് പറയുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് കണക്ട് ആവണമെന്നാണ്, പക്ഷെ ഇവർക്കത് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, വർക്ക്ഔട്ട് എഫോർട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു സിറ്റുവേഷൻസ് ഇവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അഫെക്ഷൻ തോന്നുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷനിലാണെങ്കിലും ഇവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള ഒരു എനർജീസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഇവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുമല്ലോ ട്രൂ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളെ കുറിച്ചിട്ടായി ഒരു വ്യക്തിക്കുള്ള, നിങ്ങൾ ട്രൂ ലവ് എന്നുള്ള ഒരു എനർജി വ്യക്തിയല്ല. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ അത് കേട്ടപ്പോ. ഹാപ്പി വന്നിട്ടുണ്ടാവും. ലൈക്ക് നമുക്കതൊരു ഇതല്ലേ. അപ്പം ഒരു സോൾ കണക്ഷൻ, ഒരു ഹയർ ലെവൽ സോൾ കണക്ഷൻ. ഇവർക്ക് അറിയില്ല എക്സാക്ട് എന്താ കണക്ഷൻ എന്നുള്ളത്, പക്ഷെ ഇവർക്ക് ഒരു കാര്യം അറിയാം, നിങ്ങളുമായിട്ട് എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എനർജി ഇവർക്ക് പലപ്പോഴും സെൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സക്സസിന്റെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കാർഡിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിരുന്നു, പക്ഷെ ഇവിടെ കുറച്ച് ലിറ്റിൽ ബിറ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഫ്യൂച്ചർ എനർജീസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിലുള്ള എനിക്ക് ഈ ഒരു എനർജി മേ ബി നിങ്ങളുടെ കണക്ഷനിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് മുന്നോട്ടേക്ക് ഒരു സക്സസ് ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു അബൻഡൻസ്, ഒരു ഫ്ലവറിങ് ഈ ഒരു കണക്ഷനിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കാർഡിനോട് ഫ്യൂച്ചർ ചോദിച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുന്നോട്ടുള്ള ടൈമില് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു സക്സസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു എനർജീസ് ഇവിടെ വരാനായിട്ടുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ആണ് ഈ ഒരു ടൈമിൽ ഈ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് റൂൾ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ, ബ്രേക്കപ്പ്, ലോങ് സെപ്പറേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ഒരു വ്യക്തിനെ. അവരുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസിനെ ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. സോ ഡോണ്ട് വറി. നമ്മളുടെ റിലേഷൻഷിപ്പ് നമ്മൾ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. ബന്ധങ്ങൾ എപ്പോഴും അത്രമാത്രം ബന്ധങ്ങൾ ഇഴചേർന്ന ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ഒരു അത്രമാത്രം സോൾ കണക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സംസാരിച്ചില്ലെങ്കിലും ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും ആ ഒരു സ്നേഹവും ആ ഒരു ലവും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ പറയുന്നുണ്ടാവും എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പിന്നെ സ്നേഹം ഉണ്ടെന്ന് അങ്ങനെ അറിയുന്നല്ലേ. ഓക്കെ, ചിലരുടെ ഒക്കെ സിറ്റുവേഷൻസ് അതായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻസ് എന്തായിരിക്കും. പക്ഷെ ചില ആളുകളുണ്ട് സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഇമോഷൻസിനെ കഴിഞ്ഞും കൂടുതൽ അവർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും
ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് ലൈഫിൽ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇമോഷണൽ ആയിട്ടിരുന്നിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല ലൈഫിൽ. പ്രാക്ടിക്കൽ ആയിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കാറുള്ളത്. സോ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ. ഒരു ഹൈലി ഫെമിനൻ എനർജി ആണെങ്കിലും, ഒരു പെണ്ണാണേലും ആണാണേലും മെയിലാണേലും ഫീമെയിൽ ആണെങ്കിലും ഒക്കെ ഇവര് ഭയങ്കരമായിട്ടും പ്രാക്ടിക്കൽ ആയിട്ട് തീരുമാനം എടുക്കുന്ന ആളുകളാണ്, ഇമോഷണലി അല്ല. അപ്പം അതാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആയിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും നമ്മൾ മനസ്സിന്റെ കാര്യം കേൾക്കുന്നത് മണ്ടത്തരങ്ങളായിരിക്കും. ഓക്കെ, അപ്പം ബ്രെയിൻ പറയുന്നത്, മൈൻഡ് പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, എല്ലാം കൂടി ബെറ്റർ ആവണം എന്നില്ല, എന്നാലും നമുക്കൊരു ഇതുണ്ടാവില്ല. പക്ഷെ എപ്പോഴും മൈൻഡ് പറയുന്നത് കേൾക്കുന്നതും ശുദ്ധ മണ്ടത്തരായിരിക്കും. നമുക്ക് ഇമോഷണൽ റിലേഷൻഷിപ്പിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യിക്കുകയില്ല. ഓക്കെ, അതിൽ നമ്മൾ ഇമോഷണൽ ആയിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. കാരണം നമുക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നിങ്ങളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുകയാണെങ്കിലും ശരി, കസാര ശരി ബാക്കിലേക്ക് പോയി ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുകയാണെങ്കിലും ശരി, നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിലും ശരി, അവിടെ നമുക്ക് ഇമോഷൻസിനെ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരിക്കലും നമ്മൾ മൈൻഡ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം മുന്നോട്ടേക്ക് നമുക്ക് നമ്മുടെ ഓരോ ജേർണിയിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമോഷണൽ സപ്പോർട്ടും കെയറിങ്ങും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കും ഒക്കെയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ഇല്ലാതെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് പോകുന്ന ബന്ധങ്ങൾക്കൊന്നും അങ്ങനെ എടുത്തുണ്ടാവില്ല. പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട്, ഞാൻ പ്രാക്ടിക്കലായിട്ട് കുറെ കാര്യങ്ങൾ നിൽക്കുന്ന ഒരു എനർജി ഷിഫ്റ്റ് ആകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷനിലേക്ക് ഒത്തിരി ബാലൻസ് ആവും. അപ്പം ഒരു മസ്കുലർ എനർജിയിലേക്ക് വരും, ഡിവൈൻ എനർജിയിലേക്ക് വരാറുണ്ട്. എപ്പോഴും നിങ്ങൾ ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയും പാടില്ല. പക്ഷെ റിലേഷൻഷിപ്പിന്റെയും നമ്മളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല. ഇതൊരു ഗൈഡൻസ് ആണ് കേട്ടോ. അത് നാളെ ഒരിക്കൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് തൊണ്ട വലിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and hit the bell icon. Don't forget that. Bye guys, see you.